പള്ളിമണികളുടെ മരണമണി മുഴങ്ങുന്നു. കാവ്യാത്മകമായ ഒരു ടൈറ്റിൽ. ഈ ടൈറ്റിലിന് മുഖാന്തരമായത് ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട മുതുവിലാക്കോട് മലങ്കര കത്തോലിക്ക പള്ളിയുടെ സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയുടെ കൂറ്റൻ പള്ളിമണി ഇനി മുഴങ്ങത്തില്ല. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പരാതിയെ തുടർന്ന് ആ പള്ളിയിലെ മണിയുടെ ശബ്ദം സമീപവാസികൾക്ക്, പരാതിക്കാർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു, അനുവദനീയമായ ഡെസിബലിൽ ഉയർന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നു എന്നുള്ള കാരണത്താൽ ആ പള്ളിമണിയുടെ പ്രവർത്തനം നിർത്തിവെക്കുവാൻ DYSPക്ക് നിർദ്ദേശം കൊടുക്കണമെന്നുള്ള നിലയിലുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഉത്തരവ് ഒരു ലോക്കൽ പള്ളിയുടെ കാര്യത്തിൽ മാത്രമായിരിക്കണമെന്നില്ല. കേരളത്തിലെ മറ്റു പള്ളികളുടെ പ്രവർത്തനങ്ങളെയും പള്ളിമണികളുടെ ശബ്ദത്തെയും നിയന്ത്രിക്കുവാൻ ഈ ഉത്തരവ് ഒരു കാരണമായേക്കാമെന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം സമാനമായ പരാതികൾ എവിടെ നിന്ന് വേണമെങ്കിലും ഉയരാം. അങ്ങനെ ഉയരുമ്പോൾ മുൻ കോടതി വിധികളുടെ, ഉത്തരവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ തുടർ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇവിടെ ഈ പള്ളിമണിയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് പറയുവാനല്ല ഞാൻ താല്പര്യപ്പെടുന്നത്. ശബ്ദമലിനീകരണത്തെക്കുറിച്ചുള്ള ആധുനിക കാലത്തെ പുതിയ കണ്ടെത്തലുകളും ശബ്ദമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ അഭിനന്ദനാർഹമാണ്. അതൊരു വിഭാഗത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാതെ എല്ലാ വിഭാഗം ആളുകളും, അത് പള്ളികളാകട്ടെ, അമ്പലങ്ങളാകട്ടെ, മോസ്കുകളാകട്ടെ, ഇനി അത് മതപരമായത് മാത്രമല്ല, കലാപരമായതോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങളോ ഒക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. അസഹ്യമായ ശബ്ദങ്ങൾ, ശബ്ദകോലാഹലങ്ങൾ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യന്റെ സ്വസ്ഥതയുള്ള ജീവിതത്തിന് തടസ്സമാകുന്ന ശബ്ദങ്ങളെ നിയന്ത്രിക്കുവാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾ ജാഗരൂകരാകേണ്ടതുണ്ട്. നിയമങ്ങൾ ഉണ്ടാക്കിയാൽ പോരാ, അത് നടപ്പിലാക്കുകയും കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് സംവിധാനത്തിനുണ്ട്. എൻ്റെ ബാല്യം, ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് പള്ളിമണികൾ എനിക്കത്ര പരിചിതമായ കാര്യമല്ല. എന്നാൽ പള്ളിമണിയുടെ ശബ്ദം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദകരമായൊരു ശബ്ദമാണ്. എല്ലാ കാലത്തും ഇപ്പോഴും പള്ളിമണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് അനിർവചനീയമായ ഒരനുഭൂതി ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് അതങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതിൻ്റെ മനഃശാസ്ത്രം എന്താണെന്ന് പറയാൻ എനിക്കറിയത്തില്ല. എന്തോ എനിക്ക് ആ ശബ്ദം വളരെ ഇഷ്ടമാണ്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. എങ്ങനെയാണ് ക്രൈസ്തവ ദേവാലയങ്ങളുടെ ഭാഗമായി പള്ളിമണികൾ വന്നത്? അതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? സത്യത്തിൽ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നാണ് ക്രൈസ്തവ സഭകൾ ഉടലെടുക്കുന്നത്. അങ്ങനെ ഉടലെടുത്ത് മുൻപോട്ട് വന്ന ആദ്യ കാലഘട്ടത്തിലൊന്നും ക്രമീകൃതമായ പള്ളികളോ ആരാധനാലയങ്ങളോ ഒന്നും ക്രൈസ്തവർക്കുണ്ടായിരുന്നില്ല. അവരുടെ കൂട്ടായ്മകൾ നടത്തിയിരുന്നത് വീടുകളിലായിരുന്നു. അങ്ങനെ വിശ്വാസികളുടെ വീടുകളിൽ ആരാധന നടത്തിയിരുന്ന ഒരു സമൂഹം 3-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ക്രമീകൃതമായ ഒരു മതമായി ക്രൈസ്തവ സമൂഹം മാറ്റപ്പെടുന്നത്. അതുവരെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി ആട്ടിയോടിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു ക്രൈസ്തവർ. അവർക്ക് പള്ളികളോ മിനാരങ്ങളോ ഉണ്ടാക്കുവാൻ പറ്റില്ലായിരുന്നു, കുരിശ് സ്ഥാപിക്കുവാൻ പറ്റില്ലായിരുന്നു. ഇതൊക്കെ പിന്നീട് സഭയിലേക്ക് കടന്നു വന്നതാണ്. അപ്പോൾ 3-ാം നൂറ്റാണ്ടിൽ കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ രൂപാന്തരത്തോടുകൂടിയാണ് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള വ്യവസ്ഥാപിതമായ ക്രൈസ്തവ സഭകൾ ഉടലെടുക്കുന്നത്, പള്ളികൾ നിർമ്മിക്കപ്പെടുന്നത്, ആരാധനാലയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അവിടെ പള്ളിമണികൾ ഉണ്ടായിരുന്നില്ല. അന്ന് ആരാധനയ്ക്ക് വേണ്ടി ആളുകളെ കൂട്ടിവരുത്തുവാനോ, ആളുകൾ ഒന്നിച്ച് വന്നു കഴിയുമ്പോൾ ആരാധന ആരംഭിക്കുന്നതിന് മുന്നോടിയായോ യഹൂദന്മാർ ചെയ്തു വന്നിരുന്നത് പോലെ കാഹളമൂതുമായിരുന്നു. ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളങ്ങൾ, ഇതായിരുന്നു ആദ്യത്തെ രീതി. പിന്നീട് അത് പരിഷ്കരിച്ചാണ് മണികളുടെ ശബ്ദമുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ആരാധനയ്ക്ക് വേണ്ടി ആളുകളെ കൂട്ടിവരുത്തുന്നതിന് വേണ്ടി ക്രൈസ്തവ ദേവാലയങ്ങളിൽ മണികൾ സ്ഥാപിച്ച് അത് ഉച്ചത്തിലടിച്ച് ആളുകളെ വിളിച്ചു വരുത്തുന്ന ഒരു രീതി അങ്ങനെ സഭകളിൽ വ്യാപകമായി. അങ്ങനെ പള്ളികളിൽ മണികൾ സ്ഥാപിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ AD 604 കത്തോലിക്ക സഭയിൽ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന സാബീനിയൻ പള്ളിമണികൾക്ക് ഔദ്യോഗികമായ ഒരു പരിവേഷം നൽകി. ഇനി മുതൽ എല്ലാ പള്ളികളും പണിയുമ്പോൾ ആ പള്ളികളോട് ചേർന്ന് പള്ളിമണികൾ സ്ഥാപിക്കണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു. അങ്ങനെയാണ് പള്ളിമണികൾക്ക് വ്യാപകമായ അംഗീകാരമുണ്ടായത്.
ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പാരമ്പര്യ ക്രൈസ്തവ സഭകളുടെ എല്ലാം ഭാഗമായി പള്ളിമണികളുണ്ട്. ഈ മണികൾ പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ അടിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. കൂടുതലും ആരാധനയോടനുബന്ധിച്ചാണ്. ആരാധനയ്ക്ക് വേണ്ടി ആളുകൾ വരുന്നതുമായി ബന്ധപ്പെട്ടാണ് പള്ളിമണികൾ മുഴങ്ങാറ്. പിന്നെ മരണത്തോടനുബന്ധിച്ച് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പള്ളിമണികൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പാരമ്പര്യ ക്രൈസ്തവ സഭകളുടെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെയൊക്കെ പള്ളികൾ ഒരു സമൂഹത്തിന്റെ കേന്ദ്ര സ്ഥാനമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത്. അതായത് ഒരു ദേശത്ത് ഒരു പള്ളി പണിയുന്നത് എപ്പോഴും അവിടുത്തെ ഉയർന്ന പ്രദേശത്ത് ഒരു കുന്നിൻ മുകളിലൊക്കെ ആയിരിക്കും പള്ളികൾ പണിയുന്നത്. അങ്ങനെ പണിയപ്പെടുന്ന പള്ളിയോട് ചേർന്ന് ഒരു കൂറ്റൻ മണി സ്ഥാപിച്ച് അത് മുഴക്കുമ്പോൾ പള്ളിയുടെ ചുറ്റുവട്ടങ്ങളിൽ പാർക്കുന്ന അവരുടെ വിശ്വാസികൾക്ക് ആരാധനയുടെ സമയം മനസ്സിലാക്കി പള്ളിയിലേക്ക് വരുവാൻ സാഹചര്യം ഒരുങ്ങുന്നു. അതിന് മാത്രമല്ല പള്ളിമണികൾ ഉപയോഗിച്ചിരുന്നത്. പള്ളിമണികൾ അസാധാരണമായ നിലയിൽ അടിക്കുമ്പോൾ അതൊരു അപകട സൂചനയായി കൂടെ ജനങ്ങൾ മനസ്സിലാക്കി പള്ളിമുറ്റത്തേക്ക് ഓടിക്കൂടുന്നത് ഒരു സാധാരണ സംഭവമായിരുന്നു. ഇന്നിപ്പോൾ പള്ളിമണികൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം ആധുനികമായ ശബ്ദ സംവിധാനങ്ങൾ നമുക്കുണ്ട്, ഉപകരണങ്ങൾ നമുക്കുണ്ട്, മൈക്ക് സിസ്റ്റവും മറ്റ് സംവിധാനങ്ങളും എല്ലാം നമുക്കുണ്ട്. ഇനി അതൊന്നും വേണ്ട. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ ഒരു അലർട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓരോ നേരവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉണരുവാൻ സാധിക്കും. ഇതൊക്കെ ഓരോ സാഹചര്യങ്ങളിൽ, ഓരോ കാലഘട്ടങ്ങളിൽ അന്നത്തെ സംവിധാനങ്ങളായി രൂപപ്പെടുന്നതാണല്ലോ. ആധുനിക സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും മാറി ചിന്തിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെ ഒരു പള്ളിയുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗം കൂടെയാണ് പള്ളിമണി. അപ്പോൾ അതിനെ ആ നിലയിൽ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായി കണ്ട്, പള്ളിയുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായി കണ്ട്, ആ വിശ്വാസപരമായ ഒരു പിന്തുടർച്ചയുടെ ഭാഗമായി ഒക്കെ കണ്ട് നമ്മൾ അതിനെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അത് നല്ലത് എന്ന് ചിന്തിക്കുന്നു. അതിൽ അപകടമൊന്നുമില്ല. പള്ളികളിൽ പള്ളിമണി ഉള്ളത് നല്ലതാണ്, ഒരു അലങ്കാരമാണ്. എന്നാൽ അത് ഇന്നത്തെ കാലത്ത് ഒരു അനിവാര്യമായ കാര്യമല്ല. പരിസരവാസികൾക്ക് ശബ്ദമലിനീകരണം മൂലം അവരുടെ സ്വസ്ഥ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. എന്നാൽ ഇത് പറയുമ്പോൾ തന്നെ കോടതി വിധികൾ ഉണ്ടാകുമ്പോൾ, മനുഷ്യാവകാശ കമ്മീഷൻ വിധികൾ പുറപ്പെടുവിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ പള്ളിയിൽ നിന്ന് വല്ലപ്പോഴും അടിക്കുന്ന മണിയാണോ ഇവിടുത്തെ ശബ്ദമലിനീകരണത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നത്? എത്രയോ ഡെസിബൽ ഉയർന്ന ശബ്ദം ഓരോ ദിവസവും നമ്മുടെ കാതുകളിലേക്ക്, നമ്മുടെ പരിധിക്കപ്പുറത്ത്, നമ്മുടെ കാതുകൾക്ക് വഹിക്കാവുന്ന പരിധിക്കപ്പുറത്തുള്ള ശബ്ദം നമ്മുടെ ചെവികളിലേക്ക് എത്തുന്നു. അത് പള്ളികളിൽ നിന്നും മാത്രമല്ലല്ലോ വരുന്നത്. അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങളിൽ നിന്നും ഇവിടുത്തെ കലാപരിപാടികളിൽ നിന്നും ഒക്കെ ഈ ശബ്ദം നമ്മുടെ ചെവികൾക്കകത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ആധുനിക തലമുറയിലേക്ക് വന്നാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്ന പാട്ടുകൾ, ഇന്നത്തെ കാലഘട്ടത്തിലെ പുതിയ തലമുറ കേൾക്കുന്ന പാട്ടുകൾ എത്ര ഡെസിബിളിലാണ് അവരുടെ ചെവിയിലേക്ക് അത് തുളഞ്ഞു കയറുന്നതെന്ന് ആർക്കാണ് അറിയാവുന്നത്? അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പലരുടെയും കാലക്രമേണ അവർക്ക് കേൾവി ശക്തി നഷ്ടപ്പെടുന്നതിന് പോലും ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ നിയന്ത്രിക്കുമ്പോൾ, നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതെല്ലാവർക്കും ബാധകമാക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടെ ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുന്നു. അപ്പോൾ പള്ളിമണികളുടെ കാര്യത്തിൽ ഗവൺമെന്റ് തീരുമാനമെടുക്കട്ടെ. അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ അവർക്ക് അവകാശമുണ്ട്. എനിക്ക് പറയുവാനുള്ള മറ്റൊരു കാര്യം ഇതോടനുബന്ധിച്ച് കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹത്തിന്റെ കൺവെൻഷനുകളെ കുറിച്ചാണ്. നമ്മുടെ കൺവെൻഷനുകളിൽ നമ്മൾ എത്രയും കൂടുതൽ ശബ്ദമുണ്ടാക്കാമോ അത്രയും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നതാണ് അനുഗ്രഹമെന്ന് ചിന്തിക്കുന്നവരാണ്. ഞാൻ പറയുമ്പോൾ ഒരു സ്വയവിമർശനമായി മാത്രം ചിന്തിക്കുക. നമ്മളുടെ കൺവെൻഷനുകളിൽ ഉയർത്തുന്ന ശബ്ദം, സംഗീത ഉപകരണങ്ങളിലൂടെ ഉയർത്തുന്നത്, പാട്ടിലൂടെ, അന്യഭാഷയിലൂടെ ഒക്കെ നമ്മൾ പരിസരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഈ ശബ്ദമുണ്ടല്ലോ, ഇത് കേൾവിക്കാർക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന ശബ്ദമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? എത്രയോ പരാതികൾ ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. സഭകളുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരിൽ നിന്നുള്ള പരാതികൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കുവാൻ ഇനി എന്നാണ് തയ്യാറാകുന്നത്? ഗവൺമെന്റ് ഉത്തരവുകൾ ഇറക്കി, നിയമങ്ങൾ കഠിനമാക്കി, നമുക്കിപ്പോഴുള്ള സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെതിരെ പരാതിയുമായി പോകുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ആരാധനാലയങ്ങൾക്കകത്തെ സംഗീതവും ആരാധനാലയങ്ങൾക്കകത്തെ ഒച്ചപ്പാടുകളും ബഹളങ്ങളുമെല്ലാം അതിനകത്ത് ഒതുങ്ങി നിൽക്കത്തക്ക നിലയിൽ കൈകാര്യം ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. സുവിശേഷം അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്.
അത് അനുവദനീയമായ ശബ്ദപരിധിയിൽ മാത്രമേ നമ്മളത് അറിയിക്കുവാൻ പാടുള്ളൂ. മാത്രവുമല്ല, ഇന്നത്തെ കാലത്ത് നമ്മുടെ കൺവെൻഷനുകളൊന്നും സുവിശേഷ യോഗങ്ങളല്ല എന്നുള്ള കാര്യം ഞാൻ തുറന്നു പറയട്ടെ. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മുടെ കൺവെൻഷനുകൾ ഇപ്പോൾ വിശ്വാസികളുടെ കൂട്ടായ്മകൾ മാത്രമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നതും നമ്മൾ ശബ്ദമുണ്ടാക്കുന്നതും ഒന്നും പുറത്തുള്ളവർക്ക് വേണ്ടിയല്ല, അവരെ കേൾപ്പിക്കുവാൻ വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ മൈക്ക് വെച്ച് മറ്റുള്ളവൻ്റെ സ്വകാര്യതയെ, സ്വസ്ഥതയെ ശല്യപ്പെടുത്താതെ നമുക്ക് കേൾക്കാവുന്ന പരിധിക്കകത്തുള്ള ശബ്ദ സംവിധാനങ്ങൾ പോരെ എന്ന് നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ ഇതോടനുബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ പാട്ടുകൾ വളരെ മനോഹരമായി പാടുവാൻ കഴിവുള്ള ധാരാളം കലാകാരന്മാർ നമുക്കുണ്ട്. എല്ലാവരും നന്നായി ആ കാര്യം കൈകാര്യം ചെയ്യുന്നുണ്ട്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ നമുക്കുണ്ട്. അവരെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രയത്നം സമൂഹത്തിന് അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഈ പാട്ടുപാടി വേദിയിൽ അന്യഭാഷ പറയുന്ന ഒരു രീതി നമുക്കുണ്ട്. സമീപകാലത്താണ് അത് വല്ലാതെ വ്യാപകമായിരിക്കുന്നത്. നമ്മൾ തമ്പേറടിച്ച് പാട്ടുപാടി ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സമൂഹമായിരുന്നു. ഇപ്പോൾ ആധുനിക സംഗീത സംവിധാനങ്ങളെല്ലാം നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ തമ്പയറടിച്ച തറയിലിരുന്ന് പാട്ടുപാടി ആത്മാവിൽ ആരാധിക്കുന്ന രീതി മാറ്റിയിട്ട് വർഷിപ്പ് ടീമുകൾ സ്റ്റേജിൽ നടത്തുന്ന പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അന്യഭാഷയുടെ കയറ്റിറക്കങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഞാനിത് പറയുമ്പോൾ വളരെ വിഷമത്തോടുകൂടെ പറയട്ടെ, പല സംഗീത ഗ്രൂപ്പുകളും വർഷിപ്പ് ലീഡേഴ്സും വളരെ ഉച്ചത്തിൽ അവർ പാട്ടിൻ്റെ അവസാനത്തിൽ അവർ അന്യഭാഷ പറഞ്ഞ് വലിയൊരു ആത്മീയ അന്തരീക്ഷം കൃത്രിമമായി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കേൾക്കാൻ സുഖമുള്ള ഒരു ശബ്ദമായിട്ടല്ല പുറത്തേക്ക് വരുന്നത്. പബ്ലിക്കിന് ഈ കേൾക്കുന്ന ശബ്ദം എന്താണെന്ന് തിരിച്ചറിയുവാൻ പറ്റുന്നില്ല. ഞാനിത് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണ ദിവസം 120 പേർ അന്യഭാഷ പറഞ്ഞപ്പോൾ അവിടെ കൂടി വന്നവർ, ഓടിക്കൂടിയവർ, വിവിധ ഭാഷക്കാർ അവരവരുടെ ഭാഷയിൽ ഈ സാധാരണക്കാരായ ജനങ്ങൾ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ സംസാരിക്കുന്നത് അവർ കേട്ടു. അങ്ങനെ അവിടെ വലിയ ഒരു കൂട്ടം ആളുകൾ, 3000-ഓളം ആളുകൾ അന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഈ ബഹളങ്ങൾ കേട്ട്, ആ ശബ്ദം കേട്ടിട്ട് ആരെങ്കിലും നമ്മുടെ ആരാധനാലയങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കണം. അസ്വസ്ഥതയുണ്ടാക്കുന്ന, ജനത്തെ വെറുപ്പിക്കുന്ന ഈ ശബ്ദകോലാഹലങ്ങൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആത്മാവ് വരുമ്പോൾ, ആത്മശക്തി ഉണ്ടാകുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ ആളുകൾ അന്യഭാഷ പറയും. അതിന് യാതൊരു സംശയവുമില്ല. ഞാനും അന്യഭാഷ പറയുന്ന വ്യക്തിയാണ്. എന്നാൽ അത് സ്റ്റേജിൽ ഒരു പെർഫോമൻസായി അവതരിപ്പിക്കുന്നത് തികച്ചും അനാത്മീയമായ കാര്യമാണ്, ദൈവവചന വിരുദ്ധമാണ്. ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം തൽക്കാലം നിർത്തുന്നു. വിശദമായി ഇതിനെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.